ഹായ്, വെൽക്കം ടു പ്രിപ്സ്കേൽ. HSST ഹിസ്റ്ററി. HSST ഹിസ്റ്ററിയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു. HSST ഹിസ്റ്ററിയുടെ നോട്ടിഫിക്കേഷൻ ഈ വരുന്ന നവംബറിൽ വരാനാണ് സാധ്യത. അപ്പോൾ HSST ഹിസ്റ്ററിയുടെ കഴിഞ്ഞ തവണത്തെ കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ ലിസ്റ്റ് നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ ലിസ്റ്റിന്റെ ഗസറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 15/11/2023 ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. അന്ന് OMR എക്സാമിനേഷൻ നടക്കുന്നത് 12/8/2024, അതായത് 2024 ഓഗസ്റ്റ് മാസത്തിൽ എക്സാമും 2025 സെപ്റ്റംബർ 2 റാങ്ക് ലിസ്റ്റും നിലവിൽ വരുന്നു. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് നോക്കൂ നിങ്ങൾ, 2/9/2025 വന്നിരിക്കുന്നു. 44.33 കട്ട് ഓഫ്. അപ്പൊ കട്ട് ഓഫ് 44 മാർക്കാണ് ഈ ഒരു HSST ഹിസ്റ്ററിയുടെ. ഇനി ഈ HSSTയുടെ നമ്മളിപ്പോ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കുകയാണ്. നമുക്കറിയാം, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഹിസ്റ്ററി ജൂനിയർ ആണ്. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് 2/9/2025 നിലവിൽ വന്നിരിക്കുന്നു. ടോട്ടൽ അഡ്വൈസ് ഇതുവരെ, അപ്പൊ ഒരു വർഷമാണ്, ഏകദേശം ഒരു വർഷം ആയിട്ടില്ല. അപ്പോ എത്രയാണ്? 50 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. 17/7/2026 അവസാന അഡ്വൈസ് പോയിരിക്കുന്നു. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റില് മെയിൻ ലിസ്റ്റില് 34 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ആ 34 പേർക്കും മെയിൻ ലിസ്റ്റിലുള്ള അഡ്വൈസ് പോയിരിക്കുന്ന ഒരു ലിസ്റ്റാണ്, മെയിൻ ലിസ്റ്റ് അവസാനിച്ചിരിക്കുന്ന ഒരു ലിസ്റ്റാണ് HSST ഹിസ്റ്ററി ജൂനിയർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, OC 34 അഡ്വൈസുകളും എന്ത് ചെയ്തിട്ടുണ്ട്? OCയിൽ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈഴവ ബിലവ തീയ അതിൽ സപ്ലിമെന്ററി ലിസ്റ്റിലെ 1 പോയിട്ടുണ്ട്. EWS സപ്ലിമെന്ററി ലിസ്റ്റിലെ 2, SC സപ്ലിമെന്ററി ലിസ്റ്റിലെ 4, ST സപ്ലിമെന്ററി ലിസ്റ്റിലെ 2, ദെൻ മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റിൽ 1, ലാറ്റിൻ കാത്തലിക്സ് ഓർ ആംഗ്ലോ ഇന്ത്യൻ 12, അത് വിത്തിൻ OC ആണ് പോയിട്ടുള്ളത്. OBC സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 1, വിശ്വകർമ്മ വിത്തിൻ OC ആണ് 15 പോയിട്ടുള്ളത്. SIUC നാടാർ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നാണ് 1 പോയിട്ടുള്ളത്. ഹിന്ദു നാടാരില്ല. SCCC സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും 1, ധീവര സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും 1, പിന്നെ നമ്മൾ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അതിൽ നിന്നും കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ലിസ്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, മെയിൻ ലിസ്റ്റിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റ് അവസാനിച്ചിരിക്കുന്നു. അപ്പോ ഒരു വർഷം കൊണ്ട് ഏകദേശം ഇത്രയും നിയമനങ്ങളാണ് നമ്മൾ ഇതിൽ നിന്നും കണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ വരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണേണ്ടത്. ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ഈ വർഷം നവംബർ മാസത്തോടെ ആയിരിക്കണം നോട്ടിഫിക്കേഷൻ വരേണ്ടത്. അങ്ങനെ HSST ഹിസ്റ്ററിക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പൊ HSST ഹിസ്റ്ററി നമുക്കറിയാം, ഈ തവണ ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ നവംബറിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ അടുത്ത വർഷം ഏകദേശം പകുതിക്ക് മുമ്പ് തന്നെ ഇതിന്റെ എക്സാമും പ്രതീക്ഷിക്കണം. അപ്പൊ നമുക്ക് കൃത്യമായ പഠനത്തിലൂടെ മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലെ ആദ്യ റാങ്കുകളിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഈ HSST ഹിസ്റ്ററി ജൂനിയർ ബാച്ച് 15/8/2026 ഓഗസ്റ്റ് 15 നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത്. നമ്മൾ സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ടായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോവുക. അതായത് മുൻകൂട്ടി തയ്യാറാക്കിയ സിലബസിന്റെ അടിസ്ഥാനത്തിൽ, മുൻകൂട്ടി തയ്യാറാക്കിയ സ്റ്റഡി പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ പാഠഭാഗങ്ങൾ, സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിലുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഈ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളോടൊപ്പം ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകളും നമുക്ക് ഉണ്ടായിരിക്കും. ഓരോ ക്ലാസ്സിനൊപ്പവും അതിന്റെ PDF നോട്ടുകൾ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ PDF നോട്ടുകളും അവൈലബിൾ ആണ്. അതുപോലെ ഓരോ ദിവസവും നമ്മൾ പറഞ്ഞു, ഓരോ ഭാഗങ്ങളാണ് ഡെയിലി എക്സാം പാറ്റേൺ പ്രകാരം നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനിൽ പഠിക്കാൻ കിട്ടുന്നത്. ആ ഭാഗത്തിന്റെ വീഡിയോ ക്ലാസ് കാണുന്നു, ആ ഭാഗത്തിന്റെ ഡെയിലി എക്സാമുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇത്രയും കാലം നടന്ന ഈ HSST ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങൾക്ക് ലഭ്യമാവും. അതോടൊപ്പം 15 മോഡൽ എക്സാമുകളും നമുക്ക് ഈ ബാച്ചിൽ അവൈലബിൾ ആണ്. 15 മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ 15 പരീക്ഷകൾ എഴുതുന്ന അനുഭവ സമ്പത്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 15 മോഡൽ എക്സാം. ഇനി ഈ ബാച്ചിൽ അല്ലെങ്കിൽ HSSTക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് എന്നവർ പറയാറുള്ളത്, നമ്മുടെ ആ ജനറൽ പാർട്ട്, അവിടെ നിന്നുള്ള മാർക്ക് സ്കോറിംഗ് ആണ് കുറച്ച് ബുദ്ധിമുട്ടെന്നാണ് എല്ലാവരും പറയാറ്. അപ്പോൾ ആ ജനറൽ പാർട്ടിൽ നിന്നും നമുക്ക് മാക്സിമം സ്കോർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ജനറൽ പാർട്ട് സ്പെഷ്യൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഭാഗങ്ങൾ മുന്നോട്ടേക്ക് പോവുക. എന്ന് പറഞ്ഞാൽ ജനറൽ പാർട്ടിലുള്ള മാർക്കിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. കഴിഞ്ഞതിൽ നിങ്ങൾ കണ്ടു,
കട്ട് ഓഫ് എത്രയാ വന്നതെന്ന് നമ്മൾ പറഞ്ഞേ 44 കട്ട് ഓഫ്. അപ്പൊ ജനറൽ പാർട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ മാർക്കിനും നിങ്ങളുടെ റാങ്കിനെ മുന്നോട്ടേക്ക് നയിക്കാനും നിങ്ങളെ സർക്കാർ ജോലിയിലേക്ക് പെട്ടെന്ന് എത്തിക്കാനുമുള്ള ആ ഒരു കഴിവ് കൂടി ഉണ്ടെന്ന് ഓർമ്മയിൽ വെക്കുന്നു. അപ്പൊ ജനറൽ പാർട്ടിന്റെ സ്പെഷ്യൽ ഫോക്കസ് ഉണ്ടാവും. എക്സാം വരെയാണ് നമ്മുടെ ബാച്ചിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ HSST ഹിസ്റ്ററി ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ മറക്കണ്ട, ബാച്ച് ആരംഭിക്കുന്നത് 15-ാം തീയതിയാണ്. ഇപ്പോഴത്തെ യഥാർത്ഥ ഫീ 9,000 രൂപയാണ്. എന്നാൽ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 20 പേർക്ക് 6,000 രൂപയാണ് ഫീ. അതായത് ആക്ച്വലി കോഴ്സിന്റെ ഫീസ് നമ്മൾ പറഞ്ഞു 9,000 ആണ്. എന്നാൽ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 20 പേർക്ക് നമ്മൾ അഡ്മിഷൻ ഫീ എത്രയായിട്ട് കുറച്ചിട്ടുണ്ട്? 6,000 ആക്കി കുറച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ പാർട്ട് എയുടെ അല്ലെങ്കിൽ ജനറൽ പാർട്ടിന്റെ ഫുൾ ഫോക്കസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ എല്ലാ ഭാഗത്തിനുമുള്ള സ്റ്റഡി പ്ലാനിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന ഡെയിലി എക്സാമുകളും മോഡൽ എക്സാമുകളും പ്രീവിയസ് ഇയർ എക്സാമുകളും എല്ലാം ഉള്ള PDF മെറ്റീരിയൽസ് ഉള്ള നമ്മുടെ ഈ ബാച്ചിന്റെ ഇപ്പോഴത്തെ ഓഫർ റേറ്റ് ആണ് 6,000 രൂപ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ ബാച്ചിന്റെ എന്തെങ്കിലും അഡ്മിഷൻ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ HSST ഹിസ്റ്ററിക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരും പഠനം തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. കളയാൻ നമ്മുടെ മുന്നിൽ സമയമില്ല. ഓരോ ഭാഗങ്ങളും പഠിച്ച് ഏറ്റവും നന്നായി പഠിച്ച് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഒരു സർക്കാർ ജോലിയിൽ എത്താൻ സാധിക്കട്ടെ.